نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെയൊക്കെ കലാലയങ്ങൾ ഏകദേശം പല കുട്ടികളുടേതും അടച്ചു. നമ്മളൊരു വെക്കേഷൻ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശ്വാസികൾ നിലനിൽക്ക് നമ്മുടെ ആലോചനയിൽ വരേണ്ട ഒരു ചെറിയ കാര്യം ഇൻഷാ അല്ലാഹ് 1-2 ഖുതുബകളിലായി സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ മക്കൾക്ക് നൽകുന്ന ഒട്ടേറെ സമ്മാനങ്ങൾ, അവർക്കിഷ്ടപ്പെട്ട അവരാഗ്രഹിക്കുന്ന പല ഗിഫ്റ്റുകളും നമ്മൾ ജീവിതത്തിൽ നൽകാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, മാ നഹല വാലിദുൻ വലദൻ അഫ്ളലു മിൻ അദബി ഹസൻ. ഒരു വാപ്പി ഉമ്മയും സ്വന്തം മക്കൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും നല്ല ആദരവ്, അവരോടുള്ള ഇഷ്ടത്തിന്റെ ഏറ്റവും വലിയ അടയാളം, അവരെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി വളർത്തുക എന്നുള്ളതാണ്. നമ്മളവരെ ഒരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സമ്മാനാണ്. പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സമ്മാനാണ്. വസ്ത്രം, ജോലിയൊക്കെ വലിയ സമ്മാനാണ്. പക്ഷെ നമ്മൾ പറയാറില്ലേ, മികച്ചതിനേക്കാൾ മികച്ചത്. അതാണ് ഇതിന്റെയൊക്കെ മുകളിലായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, നമ്മുടെ മക്കൾക്ക് വാപ്പ അമ്മ എന്നുള്ള നിലക്ക് നമ്മൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവരേറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മേൽ അള്ളാഹു ചെയ്യണം എന്നതുകൊണ്ടാണ് വഅഹ്സിനു അദബഹും ചില റിപ്പോർട്ടുകളിൽ വന്ന വാക്കാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സ്വഭാവത്തിലാകാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളത് ബോധപൂർവം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ ഭാഗമായി 2 തരം സ്വഭാവങ്ങൾ ഒരിക്കൽ പോലും നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കരുത്. ഏതാനും ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ 2 പറഞ്ഞത്. രക്ഷിതാക്കൾ നിലക്ക് ഞാൻ ഒരു വാപ്പയാണ്, ഞാനൊരു കുടുംബത്തിന്റെ നാഥനാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വാപ്പാരും, ഞാൻ പറയുന്നത് ചെറുതും വലുതുമായ ഓരോ ഉപ്പമാരും ഉമ്മമാരും, നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും കിട്ടരുത് എന്ന് അള്ളയും റസൂലും പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാലാണ് നമ്മൾക്ക് അള്ളാഹു പറഞ്ഞ അദബുൻ ഹസൻ, നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന രക്ഷിതാക്കളായി മാറാൻ കഴിയുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒരിക്കലും നമ്മളിൽ നമ്മുടെ മക്കൾക്ക് സ്വാർത്ഥതയുള്ള പിശുക്കുള്ള ഒരു ജീവിതം നമ്മൾ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കരുത്. ഒരിക്കൽ പോലും നമ്മുടെ സംസാരത്തിലോ പെരുമാറ്റത്തിനോ മക്കൾക്ക് കിട്ടരുത്. ഒന്നുകൂടി പറയട്ടോ, അവനാന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്വഭാവം, ബാക്കിയുള്ള ഒരാളെയും സഹായിക്കാൻ മനസ്സിൽ വെറുപ്പുണ്ടാകുന്ന ഒരു സ്വഭാവം, സ്വന്തം കാര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കുക, ഇതാണ് സ്വാർത്ഥതയുള്ള ജീവിതം എന്ന് പറയാം. ബുഖിൽ, പിശുക്ക് എന്ന് പറഞ്ഞാൽ അവനാന്റെ കാര്യത്തിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉറുപ്യ ചെലവാക്കണോന്ന്
ചെലവാക്കുന്നതിനോട് മനസ്സിൽ വെറുപ്പുണ്ടാകുക, ഈ ഒരു സ്വഭാവം സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് ഒരിക്കൽ പോലും നമ്മുടെ മക്കൾക്ക് കൈമാറരുത്. കൈമാറിയല്ല പ്രശ്നം എന്താ അറിയോ? ഈ ദുനിയാവൊന്നും പരലോകത്തൊന്നും ഇതിന്റെ തിക്താനുഭവങ്ങൾ പടച്ചോൻ നമ്മൾക്ക് ജീവിച്ചിരിക്കെ അനുഭവിപ്പിച്ചിട്ടേ പടച്ചോൻ മരിപ്പിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ മക്കളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സൽ സ്വഭാവത്തിനാണ് വളർത്തുന്നതെങ്കിൽ അതിന്റെ നന്മ അള്ളാഹു ഈ ദുനിയാവെന്ന് മരിക്കുന്നതിന് മുന്നേ ആ മക്കളിലൂടെ എനിക്ക് അള്ള തരും. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ മക്കളെ സ്വാർത്ഥരായി പിശുക്കന്മാരായി ഞാൻ വളർത്തുകയാണെങ്കിൽ പരലോകത്ത് അവർ കുറ്റക്കാരാകും, വളർത്തിന് നമ്മളും കുറ്റക്കാരാകും എന്ന് മാത്രമല്ല അതേ മക്കളിലൂടെ ഇതിന്റെ അനന്തര ഫലങ്ങൾ, തിക്താനുഭവങ്ങൾ, ദുരന്തങ്ങൾ ഈ ദുനിയാവും അല്ലാഹു നമ്മൾക്ക് തരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കാനും ആലോചിക്കാനോ വേണ്ടി പറയണേ, നമ്മുടെ നാട്ടിലുള്ള വൃദ്ധസദനങ്ങളിൽ എപ്പോഴെങ്കിലും പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സന്ദർശിക്കണം. നമ്മുടെ നാടുകളിലുള്ള വൃദ്ധസദനങ്ങളിൽ 90% അവിടെയുള്ള രക്ഷിതാക്കൾ കരയുന്ന രക്ഷിതാക്കൾ, സങ്കടപ്പെടുന്ന രക്ഷിതാക്കൾ ധനമുള്ള പണമുള്ള വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയവരാണോ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് വന്നവരാണോ? നമ്മൾ ആലോചിക്കുക. പഠനമുള്ള ജോലിയുള്ള മക്കളുടെ വാപ്പാരുമാരാണോ വൃദ്ധസദനത്തിൽ? അല്ല കൂലിപ്പണിക്ക് പോയി നിത്യവരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ വാപ്പാരുമാരാണോ വൃദ്ധസദനത്തിൽ നിന്ന്? ആലോചിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഭൗതികമായ സുഖസൗകര്യങ്ങൾ, വാഹനങ്ങൾ, സമ്പത്ത്, വരുമാനങ്ങൾ, മക്കൾക്ക് അവനവന് ജീവിക്കാനുള്ള എല്ലാ ഉടയാടകളും സൗകര്യങ്ങളും ഉള്ള കുടുംബത്തിലെ വാപ്പാരുമാരാണോ വൃദ്ധസദനത്തിൽ? അല്ല, നിത്യജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ സക്കാത്ത് കൊണ്ട് ജീവിക്കുന്ന, അവനവന്റെ കൂലിവേലകൾ കൊണ്ട് ജീവിക്കുന്ന, ഒരു വർഷം തട്ടിയൊപ്പിച്ച് ജീവിക്കുന്ന വീട്ടിലെ മാതാപിതാക്കളാണ് അവിടെ ഉള്ളത്. 90% പഠനമുള്ള, ജോലിയുള്ള, വരുമാനമുള്ള, സമ്പത്തുള്ള, സമ്പത്തിന്റെ ആധിക്യമുള്ള വീട്ടിലെ രക്ഷിതാക്കളാണ് വൃദ്ധസദനത്തിലുള്ളത്. എന്തുകൊണ്ട്? നമ്മൾ അറിയണം. നമ്മൾ പഠിക്കാതെ പോയത് എന്തുകൊണ്ടറിയോ? ആ രക്ഷിതാക്കളോട് നമ്മൾ സംസാരിച്ച പോലെ എന്താ പറയോ? ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ മക്കളെ വളർത്തി ഞങ്ങൾക്ക് അറിയോ? ഓൾക്ക് ഞങ്ങൾ പഠിപ്പ് കൊടുത്തു. ഗൾഫ് പോയത് പറഞ്ഞ് ഞങ്ങൾ ജീവൻ ദയിച്ചാണ്ട് ഞങ്ങൾ അവിടെ നോക്കിയതാണ്. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങൾ കടം വാങ്ങിയത് ഒക്കെ. സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ അറിയണം. ആരാണ് ആ വീട്ടിൽ കിടക്കുന്നത്? ആരെയാണ് ആ കൊണ്ടുപോയി ആക്കിയത്? ലോകത്ത് അള്ളി റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ള അനിഷ്കുർലി വലിവാലിദൈ, അള്ളാഹിനോടും അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കണം. പോരാ, അള്ളാഹുവിനോടുള്ള നന്ദി അള്ള പരിഗണിക്കണമെങ്കിൽ സ്വന്തം ബാപ്പാണ്ടുമ്മാണ് നന്ദി കാണിക്കണമെന്ന് അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കിയ ഓരോ ദിവസവും റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കേണ്ട മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ്. മനസ്സത്തമ വാലിദൈ, വാപ്പാനി ഇമ്മാനി ചീത്തറിയാന്ന് പറഞ്ഞതുപോലും വൻപാപത്തിൽപ്പെട്ടതാണ് പഠിപ്പിച്ച അത്രമാത്രം നമ്മൾക്ക് കടപ്പാടുള്ള ബാപ്പാനി ഇമ്മാനി കൊണ്ടുപോയി ആക്കിയത് ആരാണ്? സ്വങ്ങളെ പഠിപ്പുള്ളോലും പൈസ ഉള്ളോലും സൗകര്യമുള്ളോലും. എന്തേ കാരണം അറിയോ? അവരെല്ലാ രക്ഷിതാക്കളും പറഞ്ഞു ഞങ്ങൾ നോക്കിന്റെ കണക്ക്. ഞാൻ ഒരിക്കൽ പോലും അതിനെ ആക്ഷേപിക്കല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചു നോക്കോണ്ടി, നിങ്ങൾ ആ പഠിപ്പിച്ചതിനിടയിൽ, നിങ്ങൾ അവരെ വിദ്യാഭ്യാസം കൊടുത്തതിനിടയിൽ ഇങ്ങനെ പഠിപ്പിച്ചിക്കണോ? എങ്ങനെയെന്നറിയോ? ലാ യുഅ്മിനു അഹദുക്കും, മക്കളെ, ഞാൻ എന്റെ 3 മക്കളെ മുന്നിൽ നിർത്തിയിട്ട് പറയണോ, മക്കളെ, നമുക്ക് അള്ളാഹു ഒരു ബർക്കത്തും തരൂലട്ടോ, നമ്മൾ അള്ളാഹ് വിശ്വാസിയായിട്ട് പരിഗണിക്കൂലട്ടോ. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി, അവനാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവനാന് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണാവൂല, പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാവൂല, നമ്മൾ അള്ളാഹു സഹായിക്കൂല എന്നും മാരങ്ങൾ പഠിപ്പിച്ചിക്കണോ? ഇതിന്റെ മലയാളം പറഞ്ഞു കൊടുത്താൽ മതി, സ്റ്റക്കാവും, സംസാരം അവിടെ നിൽക്കും. കാരണം എന്താ സംഘങ്ങളെ, മഹാഭൂരിപക്ഷം രക്ഷിതാക്കളും ഇത് പഠിപ്പിക്കൂല. എന്തേ അറിയോ? അയലോക്കത്തൊരാൾ വീഴും, അയലോക്കക്കാരൻ വീഴും, കുട്ടികൾ ഇറങ്ങി പോകാൻ മനുഷ്യപ്രകൃതാണ്. ദീനിയായ കുട്ടി ഏതായാലും ഉമ്മ എന്താണ് ഇപ്പൊ തന്നെ പോകാൻ നിൽക്കണ്ട, പിന്നെ നമ്മളെ വണ്ടി എടുക്കേണ്ടി വരും, കൊണ്ടാക്കേണ്ടി വരും, അത് ചൊറയാകും. ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ എത്രാമത്തെ വയസ്സിലറിയോ? അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക. മോനെ ഈ ഡ്രൈവ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ മോനെ ബാക്കിൽ നിൽക്കണട്ടോ, മോനെ അവിടെ എത്തുമ്പോൾ ഉമ്മാക്ക് വിളിക്കണം, ഇതൊക്കെ പറയാം. പക്ഷെ തടയുന്നു, നന്മക്ക് തടയുന്നു. ഒരു ദീനിയായ ഒരു കാര്യത്തിനോ പുണ്യമുള്ള ഒരാളെ സഹായിക്കാനോ പോകുമ്പം വാപ്പിമ്മയും അവന്റെ ജീവിതത്തിൽ തടയുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യന്
അവിടെ നിന്ന് ഇങ്ങനെ കൈ കാട്ടുമ്പോ അപ്പുറത്ത് കൂടെ പോവുക. എന്തേ? അയിക്കൂടെ പോയാൽ ഓന് കൊടുക്കേണ്ടി വരും. മോനോട് പറയാൻ, ഇനിയിപ്പം അനക്ക് വാപ്പിമ്മ കുറ്റിയിലിടാൻ തന്ന പൈസ എടുത്താണ്ട് അവിടെ കൊടുക്കാൻ നിൽക്കണ്ടോ, പിന്നെ പൈസ ഉണ്ടാകൂലട്ടോ. ഇതൊരു വാപ്പിമ്മിയും പഠിപ്പിക്കാൻ. ജീവിതത്തിൽ ഓരോ സമയത്തും ആശുപത്രിയിൽ പോകുമ്പം അയലോക്കക്കാരെല്ലാവരും പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ പോണ്ടേ, ബാപ്പ പോണ്ടേ, 4 ദിവസം കഴിഞ്ഞോട്ട്. എന്തേ? ആദ്യം തന്നെ പോയ കുടുംബക്കാര് അതിന്റെ എല്ലാ ബില്ലും കൂടി നമ്മൾ അയലോക്കക്കാര് കൊടുക്കേണ്ടി വരും. നമ്മക്കതൊരു ബാധ്യതയാകും. സ്വങ്ങളെ അളന്ന് മുറിച്ചിങ്ങനെ ജീവിക്കുക, പിസ്കത്തരം പഠിപ്പിക്കുക, വളവ് പഠിപ്പിക്കുക. പോകണ്ട, അനങ്ങണ്ട, വണ്ടി എടുക്കണ്ട, കൊണ്ടാക്കണ്ട. എന്നിട്ട് ഇങ്ങനെ വളവന്മാരായി ദുനിയാവിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കുക. ഇങ്ങോട്ടോ പോകാൻ നേരത്ത് പഠിപ്പ് മുടങ്ങട്ടോ, ക്ഷീണിക്കുട്ടോ, ഉറക്കു പോകട്ടോ. സഹോദരങ്ങളെ, ആരാണ് ഈ പറയുന്നറിയോ? നമ്മളെ പറ്റിയ പറയണത്. അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം തൗഹീദും നിസ്കാരമുള്ള ഒരു മനുഷ്യനോട് പറയാൻ, ഇദ്ഖാലു സുറൂർ ഫി ഖൽബിൽ മുഅ്മിൻ. മറ്റൊരു മനുഷ്യന് നമ്മളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്താൽ അതിനോളം പഠിച്ചോൻ ഇട്ടുള്ള ഒരു കാര്യമില്ല എന്ന് മദ്രസീന്ന് പഠിച്ച നമ്മളെ കുട്ടികളെ ഇങ്ങനെ വളവത്തരം പഠിപ്പിക്കുക, എന്ത് പിസ്കത്തരം പഠിപ്പിക്കുക, സ്വാർത്ഥത പഠിപ്പിക്കുക. അവനാന്റെ കാര്യം ഒന്നും മുടക്കിയിട്ട് ബാക്കിയുള്ളവനൊന്നും ചെയ്യണ്ടട്ടോ, അവനാന്റെ പൈസ എടുത്താണ്ട് ബാക്കിയുള്ളവനെ സഹായിക്കണ്ടട്ടോ, അവനാന്റെ ഷർട്ട് ചുളിഞ്ഞിട്ട് ബാക്കിയുള്ളവനെ ഷർട്ട് നേരെയാക്കണ്ടട്ടോ. ദീനിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്നേഹത്തിന്റെ പേരിൽ പഠിപ്പിക്കുക. അപ്പൊ എന്താ സംഭവിക്കാറ് സ്വങ്ങളെ? കുറച്ചു കാലം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിക്കണ പോലെ അനുഭവിക്കേണ്ടി വരും. ഇതുവരെ ഒരു കാലം വരെ മക്കളെ നമ്മൾ നോക്കും, അത് കഴിഞ്ഞാലോ മക്കൾ നമ്മളെ നോക്കണം. ഒരു കാലം വരെ നമ്മുടെ പൈസ കൊണ്ട് മക്കൾക്ക് അങ്ങോട്ട് ചെലവിനൊടുക്കണം. കുറച്ചു കഴിഞ്ഞാലോ മക്കൾ നമ്മക്ക് ചെലവിനൊടുക്കും. ഒരു കാലം വരെ നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് മക്കളെ കൊണ്ടോണം. കുറച്ചു കഴിഞ്ഞാൽ മക്കൾ ലീവ് എടുത്താണ് നമ്മൾ നോക്കണം. നമ്മളിങ്ങനെ പിസ്കത്തരവും വളവും പഠിപ്പിച്ചു കൊണ്ടെന്നാൽ സംഭവിക്കേണ്ട അറിയോ? അവർ നമ്മളെ നോക്കേണ്ട സമയം, നമുക്ക് പൈസ ചെലവാക്കേണ്ട സമയം, നമുക്ക് വേണ്ടി ലീവ് എടുക്കേണ്ട സമയത്ത് അവരിതേ ആശയത്തിലേക്ക് വരും. എന്താ അറിയോ? ബാപ്പിമ്മി നമുക്ക് ഭാരമാണ് എന്ന് വരും. എന്തേ കാരണം? ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ലീവ് എടുക്കുക. അല്ലെങ്കിൽ തന്നെ 15 ലീവാള്. അതിൽ ബാപ്പാക്ക് 2 ആശുപത്രിക്ക്, ഉമ്മാക്ക് 3 ആശുപത്രിക്ക്. നടക്കൂല എന്ന് പറയും. കാരണം നമ്മൾ അവരെ പഠിപ്പിച്ചെന്തറിയോ? അവനവന്റെ ലീവും അവനവന്റെ പൈസയും അവനവന്റെ സൗകര്യങ്ങളും വിട്ടിട്ട് വേറെ ആർക്കൊന്നും ചെയ്യണ്ടെന്ന് പഠിപ്പിച്ചു. അവരെന്താ പഠിച്ചു എന്നറിയോ? എന്റെ ഇഷ്ടവും എന്റെ പൈസ എന്റെ താല്പര്യവും മറ്റൊരാൾക്കും വേണ്ടി ചെലവഴിക്കൂല. ബാപ്പാരെ എമ്മാരെ ആശുപത്രിക്കോല് കൊണ്ടോകൂല. നിങ്ങളെ എഴുതി വെച്ചോളി. കൊണ്ടുപോകുകയാണെങ്കിൽ എന്താ അറിയോ? ഇവിടുന്ന് പറയും ബാംഗ്ലൂരിനാണ് നല്ല ചികിത്സ ഉണ്ട്. എന്താ പറയോ? ഇടക്കലുണ്ട് അതിനേക്കാൾ നല്ല ചികിത്സ. എന്ത്? വിമാന ടിക്കറ്റ് എടുക്കണം, ബാപ്പാനെ കൊണ്ടോണം, 1-2 ലക്ഷം റുപ്യ ചെലവാക്കും. ഇവിടെ 25,000 കൊണ്ട് തീരുമാനാകും. അവനാൻ വളർത്തിയ മക്കൾക്ക് നമ്മൾ നൽകിയ ദുസ്വഭാവത്തിന്റെ പരിണിതി മരിക്കണീന് മുന്നേ അള്ളാഹ് ബോധ്യപ്പെടുത്തി തരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മാരും ശരിക്കും ശ്രദ്ധിക്കണം. വളവ് പഠിപ്പിച്ചു കൊടുത്താണ്ടല്ലോ ദുനിയാവെന്ന് പടച്ചോൻ 8 ഇരട്ടിയായിട്ട് കിട്ടും. ഒരു കുടുംബത്തിലെ പെൺകുട്ടി, 3 ആൺകുട്ടികളൊരു പെൺകുട്ടിയാണുള്ളത്. അവൾക്ക് ശാരീരികമായി ഗർഭിണിയാണ്, ബ്ലീഡിങ് വന്നു, ശക്തമായ പ്രശ്നമാണ്. ഡോക്ടർ നേരെ വിളിച്ചിട്ട് 2 ആങ്ങളമാർക്ക് അടിയന്തരമായി വരാൻ. ഒന്നാമത്തവൻ സ്ഥാപനത്തിൽ എന്തോ ഒരു വാർഷികം നടക്കാൻ. ഡോക്ടറോട് തിരിച്ചേ, ഡോക്ടർ വാർഷികത്തിലാണ്, എനിക്കാണ് ഇതിന്റെ ചാർജ്, പെട്ടെന്നതാക്കിയിട്ട് മറ്റൊരാൾക്ക് ആക്കി പോരാൻ കഴിയില്ല. പെങ്ങള് ബ്ലീഡിങ് വന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് വരാൻ കഴിയില്ല. വയസ്സായ വാപ്പാനിമ്മാനി ഒപ്പം ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് ഡോക്ടർ വിളിക്കാൻ പെട്ടെന്നൊന്ന് വരുമോ, വാർഷികാഘോഷത്തിന്റെ ചാർജ് എനിക്കാണ്, അതുകൊണ്ട് അത് ആക്കി വരാൻ കഴിയില്ല. ക്രെഡിറ്റ് പോകുന്നോണ്ടേ, നന്ദി പറയുമ്പോ ക്രെഡിറ്റ് പോകുമല്ലോ, അതുകൊണ്ട് ഇക്കാരം. 2ാമത്തെ മകൻ ബാംഗ്ലൂർ ടൂർ അയക്കാൻ, ഞാൻ ഏതായാലും പോകുന്നില്ലേ, ഇനി വലിയ സീരിയസ് ഉണ്ടെങ്കിൽ ഞാൻ വരാം. 3ാമത്തവൻ ഇശ ആകുമ്പോഴേക്കും, വിളിച്ചത് 11 ഇശ ആകുമ്പോഴേക്കും ദുബായ് നാട്ടുകെത്തി. പെങ്ങളോട്, ആ പെൺകുട്ടിയോട് സ്വാഭാവികമായി ഒരു അകന്ന കുടുംബമായതുകൊണ്ട് സന്ദർശിച്ച സമയത്ത് ചോദിച്ചപ്പോ പറഞ്ഞു, മാഷേ ഒരു സങ്കടം എനിക്കതിലില്ല. കാരണം ഇതാ ഈ ബാപ്പാനിമായി നിർത്തിയിട്ടാ മോള് പറയാൻ, ഈ വാപ്പിമ്മി ഞങ്ങളെ വളർത്തിയത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്? എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആദ്യം ജല്ലണ് പൂട്ടും. ബാപ്പിമ്മി നിൽക്കാട്ടോ, ജല്ലണ് പൂട്ടും. ഇടപെടണ്ട. പിന്നെ എല്ലാരും പാടെ പെരീക്ക് തെരഞ്ഞു വരും. അത് ചൊറയിക്കാരം. ഒരാളെ വിഷയത്തിലും ബാപ്പിമ്മി ഇറങ്ങാൻ സമ്മതിച്ചില്ല. വീട്ടിക്ക് മുട്ടായി കൊണ്ടുവരാണെങ്കിൽ ആദ്യം ബാപ്പാറിയും,
വാതിൽ കുറ്റിട്ടോ മണടിച്ചാണ്ട് അയലോക്കത്തെ കുട്ടികളൊന്ന് ഓൾക്കും കൂടി കൊടുക്കേണ്ടി വരും. നമ്മളിതൊക്കെ എങ്ങനെയാ ശീലിപ്പിക്കണം അറിയോ? നമ്മളെ കുട്ടി മാത്രം വേറെ ആർക്കും പോണ്ട. അങ്ങാടി കൂടെ മോലെ മാഷ വണ്ടി കൊണ്ട് പോകുമ്പോഴേ ഏതെങ്കിലും ഒരു റൂട്ട് കൂടെ അപ്പുറത്ത് കൂടെ പോയിക്കോ. എന്ത് അവിടെ അയലോക്കക്കാരുണ്ട്, വണ്ടി കണ്ടാ ചിലപ്പോ കയ്യാട്ടും, കേറ്റേണ്ടി വരും. ഒരു വണ്ടിയും ഒരാളും കേറ്റാതെ, ഒരു പൈസയും മറ്റൊരാൾക്ക് കൊടുക്കാതെ അവനാന്റെ ലോകത്ത് മാത്രം ജീവിക്കുമ്പം ആശുപത്രിയിൽ നിന്ന് ബ്ലീഡിങ് വന്ന് പടഞ്ഞു വീണാലും ഒറ്റ കുട്ടി തിരിഞ്ഞു നോക്കൂല. ഇത് പഠിപ്പിച്ചതിന്റെ ബാക്കി പത്രാണ്. ഇത് ഓരോ രക്ഷിതാക്കൾ ഇന്ന് സങ്കടത്തിന്റെ ഭാഗമായി പറയുമ്പോ രക്ഷിതാക്കളെ തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണ്ടി, നമ്മളെങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്? എങ്ങനെയാ പഠിപ്പിച്ചത്? ബാപ്പ ആശുപത്രി വന്നിട്ട് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ പോലും എടാ ഈ ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുത്ത്, ബാപ്പാക്ക് ഏക കുട്ടിയല്ലടായി, ബാക്കിയുള്ളവരൊക്കെ എടുത്തില്ലേ, എന്നോട് എന്തെങ്കിലും പറയാണ്ടാവൂലേ? അല്ലെങ്കിൽ എടാ വാപ്പ അടുത്ത് വന്നാൽ, വാപ്പാന്റെ അടുത്തേക്ക് വന്ന ഉമ്മച്ചിന്റെ അടുത്തേക്ക് വന്നാൽ സമാധാനം ഉണ്ടാവൂലേ? പ്രാർത്ഥിച്ചൂടെ? നേരെല്ലാന്ന് എത്ര മക്കളെ കുട്ടിനെ പറയണത്? നേരെല്ലാം എന്തിനേരം മരിച്ചിട്ട് വരാത്തോലില്ല. നമ്മള് മരിച്ചിട്ട് UK-ലും കാനഡയിലും ജർമ്മനിയിലും ജോലി ചെയ്യണ മക്കളെ ഇവിടെ കബറടക്കിക്കോളൂ എന്ന് പറയുന്നത്. ഓൺലൈനിൽ അവനാന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും കബറടക്കം ഓൺലൈനിൽ കാണിച്ചു തരാൻ വേണ്ടി നാട്ടിലത്തെ പേരക്കുട്ടികളോട് പറഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ട്? ഇതൊക്കെ എങ്ങനെ ഉണ്ടാണെന്ന് അറിയോ? എല്ലാവരും അങ്ങനെയെന്നല്ല പറയണത്. പക്ഷെ അതിന്റെ ബേസ് എന്താ അറിയോ? ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മല്ലാ യർഹം ലാ യുർഹം, കാരുണ്യം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കാരുണ്യം കിട്ടൂല. പിശുക്കത്തരം പഠിപ്പിക്കരുത്, പിശുക്കത്തരം പഠിപ്പിക്കരുത്. ഉമ്മാരെ വാപ്പാരെ പഠിപ്പിക്കരുത്. ഒരു നന്മക്കുമ്പോ നിർദ്ദേശം നൽകിക്കോളി. പക്ഷെ ഒരു കാര്യം, എല്ലാത്തിനും മുടക്കുമ്പോണ്ടല്ലോ ആ കുട്ടികൾക്കൊരു സ്വഭാവം വരികയാണ്. എന്താ പിന്നെ പഠിപ്പിക്കേണ്ടറിയോ? മക്കളോട് പഠിപ്പിക്കണം. എന്തറിയോ മോനെ, ജീവിതത്തിലെല്ലാം നന്നായി പഠിച്ചോ, എല്ലാ കാര്യങ്ങളും ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനവൻ പടച്ചോൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ചെയ്താൽ ഖൈറുന്നാസ് അൻഫഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്താൽ അല്ലാഹ് നമ്മളൊപ്പം ഉണ്ടാവടാ. പേടിക്കണ്ട, പേടിക്കണ്ട. ഉച്ചക്ക് ലീവ് എടുത്താണ് ഇങ്ങനെ പോരാണ്, ഇനി പോയിക്കോട്ടെ, വാപ്പ വൈകുന്നേരം മുതൽ അങ്ങോട്ട് എത്താം. ഒരാളെ ഈ സഹായിച്ചാൽ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാവും. അതിൽ വാപ്പാക്കുമ്മാക്കും സന്തോഷമേ ഉള്ളൂ. ശ്രദ്ധിക്കണം എന്നുള്ളൂ. വേറെ വാക്കുകളിൽ ഒന്നും പെടരുത്. അവനാന്റെ പ്രായത്തിനനുസരിച്ച് സംസാരിച്ചാൽ മതി. പക്ഷെ ഒരാളെ സഹായിക്കുന്ന വാപ്പിമ്മ എതിരല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവാണ് സത്യം. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാന അബ്ദു ഫീ ഔനി അഖീ. മോനെ, നമുക്ക് പഠിക്കണീനും ജോലി ചെയ്യണീനും നീ വിവാഹം കഴിച്ചിട്ട് മക്കളുണ്ടാവണീനും ഒക്കെ അള്ളാന്റെ സഹായം വേണ്ടേ? അള്ളാന്റെ സഹായം മറ്റൊരാളെ നമ്മൾ സഹായിക്കുമ്പം പടച്ചോ നമ്മളെ സഹായിക്കൂട്ടോ. പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഗസ്റ്റുകളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പെട്ടെന്ന് 2 ഗസ്റ്റുകളാണ് വന്നു. നബി പറഞ്ഞയച്ചതാണ്. വീട്ടിലാകുള്ളത് ഭാര്യക്കും കുട്ടിക്കും അയാൾക്കും കഴിക്കാനുള്ള ഭക്ഷണം മാത്രമാണ്. 2 ആൾക്കാണ്. കുട്ടിയെ പരിഗണിക്കുക കൂടി ചെയ്താൽ വെറും മുതിർന്ന 2 ആൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. നമ്മൾ മദ്രസയിൽ കേട്ടതാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു നിന്നു. പടച്ചോനെ, നബി പറഞ്ഞയച്ചതാണ്. ആകെ കുട്ടിക്കും എനിക്കും ഭാര്യക്കും കഴിക്കാനുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹം കരണ്ടില്ലാത്ത ആ കാലഘട്ടത്ത് കത്തുന്ന വിളക്ക് അദ്ദേഹം ഊതിയിട്ട്, കരണ്ട് പോയല്ലോ, കത്തിക്കാവിടെ സാധനമില്ലല്ലോ, നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളമ്പുന്നത് ആക്ഷൻ കാണിച്ചിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഭാര്യയും കുട്ടിയും കഴിക്കുന്നത് ആക്ഷൻ കാണിച്ചിട്ട് അവർ സുഭിക്ഷമായി കഴിക്കുന്നത് വരെ ക്ഷമിച്ചു നിന്ന ചരിത്രം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പിറ്റേ ദിവസം വന്നിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞറിയോ? അള്ളാഹു നിങ്ങൾ ഈ വീട്ടിൽ ചെയ്ത കാര്യം എനിക്ക് വഹയായി അറിയിച്ചു തന്നു. ഖദ് അജിബല്ലാഹ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, പടച്ചോന് പെരുത്തിഷ്ടയിക്കണ്. മിൻ സ്വനീഇകുമാ ബിദൈഫികുമാ അല്ലൈല. ഇന്നലെ രാത്രി നിങ്ങൾ അതിഥിക്ക് വേണ്ടി നിങ്ങൾ വിശപ്പ് സഹിച്ച് നിങ്ങൾ വിളക്കണച്ച് അവരെ ഊട്ടിയതിന് പടച്ചോൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം മക്കൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയണം, നോക്കടാ 10 ഉറുപ്പ്യ ഉള്ളെങ്കിലും സാധുവായൊരു മനുഷ്യൻ ചോദിച്ചാൽ 1 ഉറുപ്പ്യ കൊടുക്കാനട്ടോ. 10 ഉറുപ്പ്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകണില്ല. ഇനി വാപ്പാന്റെ കുട്ടി ഉണ്ടായിരുന്നിട്ടോ, മോന്റെ ബൈക്കും പോകുമ്പോ കാലോണ്ട് സുഖമില്ലാത്തൊരു കാക്ക് വരുമ്പം കേറ്റിക്കൊണ്ടിട്ടോ. എന്നാൽ പരിചയമല്ലേ, കേറ്റണ്ട. പക്ഷെ പരിചയമുള്ള ആൾക്കാർ വരുമ്പോ കേറ്റനട്ടോ. ആരെങ്കിലും വരുമ്പോ ഒന്നും കഴിയില്ലെങ്കിൽ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ കൈ പിടിച്ചെടുക്കനട്ടോ. ആ കുട്ടിന്റെ മനസ്സിൽ നമ്മളോടുള്ള ഇഷ്ടം പോലെ, ദീനിനോടുള്ള ഇഷ്ടം പോലെ ഈ ദുനിയാവിൽ അവർക്ക് വാപ്പിമ്മി ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതാകും, ദീന് പ്രിയപ്പെട്ടതാകും. പിശുക്കത്തരം പഠിപ്പിച്ചാൽ പൈസ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ പഠിപ്പിച്ച മക്കൾ, നമ്മൾ അധ്വാനിച്ച് നമ്മുടെ അതേ റൂമിൽ
നമ്മളെ റൂമിലിട്ടാണ്ട് അവിടെ വൃദ്ധസദനം പോലെ വീട്ടിലിട്ടാണ്ട് പൂട്ടി നമ്മക്കെതിരെ ജീവിക്കേണ്ടി വരും. ചോളെ പഠിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഒന്ന് പിശുക്കും സ്വാർത്ഥതയും. രണ്ടെന്താ ചോളെ? രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ മതവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കരുത്. ദയവ് ഇത് പറയാൻ, നമ്മൾ നമ്മുടെ കുട്ടികൾ മതവിരുദ്ധം പഠിക്കരുത്. ലോകത്തെ നല്ലവരായി ജീവിച്ച ഏത് വ്യക്തികളെയും നിങ്ങൾ അവിടെ ജീവചരിത്രം വായിച്ചുകൊണ്ടി അതിലെ മഹാഭൂരിപക്ഷം അതിന് കാരണമായിട്ട് അവർ പറയല് ബാപ്പയോ ഉമ്മയോ ചെറുപ്പത്തിൽ അവർക്ക് നൽകിയ നിർദ്ദേശമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ എപ്പോഴും ആലോചിക്കും. മൂന്നാൾക്കാരുടെ പ്രാർത്ഥന അല്ലാഹു തട്ടൂല. അതിൽ ദുആഉൽ വാലിദി ലിവലദി, ബാപ്പാന്റെയും ഉമ്മാന്റെയും പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനന്റെയും ഇന്റെ അമ്മ രാത്രിയിൽ കൈപിടിച്ച് ദീൻ പഠിപ്പിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇസ്ലാമിക ലോകത്ത് നമുക്കറിയില്ലോ ഹറമിലെ ഇമാം ഷെയ്ഖ് സുദൈസ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കാണാം അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ദീനിയായി ഈ ഹറമിലെ ഇമാമായി നിൽക്കുന്നതിൽ എന്റെ അമ്മാക്കുള്ള അത്ര സ്വാധീനം വേറൊരാൾക്കുള്ള വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. എന്റെ ദിവസങ്ങളെ കാരണം അറിയോ? ജീവിതത്തിൽ ബാപ്പിയമ്മിൻ ചെറുപ്പത്തിൽ നൽകുന്ന നിർദ്ദേശം ഒരു കുട്ടിയിൽ സ്വാധീനിക്കാൻ നേരെ തിരിച്ചുണ്ട്. നേരെ തിരിച്ചും കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലഹരി അഡിക്ഷനിന്റെ ഭാഗമായിട്ടുള്ളവർ, പോൺ അഡിക്ഷൻ, അശ്ലീല സൈറ്റുകളുടെ നിർമ്മാതാക്കളായ കുട്ടികളടക്കം അവരുടെ ബയോഗ്രഫി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, അവരുടെ നേർക്കുനേരെയുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നടത്തിയ ഇന്റർവ്യൂ പരിശോധിച്ചാൽ അവരിൽ എത്രയോ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ബാപ്പയും ഉമ്മയും നൽകുന്ന നിർദ്ദേശങ്ങളുടെ പരിണിതിയായിട്ട് അവരെത്തിപ്പെട്ടതാണ്. ഇത് വെറുതെ ഒരു സംഗതിയായിട്ട് പറയില്ല. ഒരിക്കൽ പോലും ദീനി വിരുദ്ധമായ ഒരു കാര്യം നമ്മുടെ കുട്ടികളേക്ക് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടരുത്. സോങ്ങളെ, ഞാൻ എന്താ പറയണറിയോ? 8ാം ക്ലാസ് പഠിക്കണ കുട്ടി 9ാം ക്ലാസ്സിൽ ജയിച്ചിട്ടുള്ളൂ, MDMA ഗ്യാങ്ങിൽ പെട്ടു. രക്ഷിതാക്കൾ അറിയാനാട്ടോ, നമ്മൾ ചിന്തിക്കാത്തതാണ് മക്കളിൽ നടക്കണമെന്ന് അറിയാനാണ്. നമ്മൾ കോമഡി ആക്കുന്ന കാര്യമല്ലേ ഒരു കുട്ടിന്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കണം നമ്മൾ അറിയണം. 8 9 ജയിച്ചിട്ടുള്ളൂ, MDMA ഭാഗമായിട്ട് പിടിച്ചു. ആ പ്രായത്തിൽ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവനെ ഇരുത്തി കൗൺസിലിംഗ് നടത്തിയപ്പം അവന്റെ ആദ്യത്തെ സംസാരം എന്തോ പറഞ്ഞറിയോ? ഇന്റെ വാപ്പ മടിയിലിരുത്തിയിട്ട് വാപ്പ വലിക്കുന്ന സിസറിന്റെ ബാക്കി എനിക്കും ഇടക്കിടക്ക് വെച്ച് തരലുണ്ട്. ഞാൻ ചോദിക്കാം സോങ്ങളെ, എത്രയോ നമ്മൾ പലരും ചെയ്യലുണ്ട്. ചെയ്യുമ്പോ നമ്മൾ വിഷയം എന്താ അറിയോ? അതൊക്കെ ഒരു കുട്ടിന്റെ കോമഡി അല്ലേ. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിക്ക് ജയിച്ച ഒരു കുട്ടി MDMAക്ക് എത്തണമെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം? ആ സ്റ്റെപ്പ് മുഴുവൻ അവൻ ഏത് ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും. അതിനവൻ ബേസ് ആയിട്ട് പറഞ്ഞെന്താ അറിയോ? വാപ്പ ശനിയാഴ്ച ഞായറാഴ്ച വീട്ടിലുണ്ടാവുമ്പം വാപ്പ വലിക്കുമ്പം മടിയിലിരുത്തി വാപ്പ വലിക്കും. ആ കൂട്ടത്തിൽ ഞാൻ വാപ്പാണ്ട് വയ്ക്കും, വാപ്പ 1 2 ഇന്നോടും പുക വിടാൻ തരും. ഖദ്ദമു വആസാറഹും, നമ്മൾ ചെയ്തതിന്റെ കുറ്റല്ല പരലോകത്ത് കിട്ടുക. അതിന്റെ ഭാഗമായി ആരൊക്കെ അത് തുടങ്ങിയോ അതിന്റെ മുഴുവൻ കുറ്റം കിട്ടും. ഇത് തിരുത്താനാ പറയണത്. ആരെങ്കിലും സങ്ങളെ പുകവലിക്കണമെങ്കിൽ ഏതായാലും ഹൈറാണ് ആർക്കും വാദല്ലല്ലോ, പുണ്യാണ്, പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് അതേപോലെയാണ്. ഓരോ പത്ത് വിടണമെന്ന് ഏതായാലും ആർക്കും വാദമല്ലല്ലോ. സഹോദരങ്ങളെ, ഒരു കാര്യം ഏതായാലും നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നൽകുന്ന നിർദ്ദേശം എന്താ അറിയോ? എടാ മോനെ, ജീവിതത്തിൽ വാപ്പ ഇത് അവസാനിപ്പിക്കാൻ വാപ്പാനെ കൊണ്ട് പ്രയാസം, പക്ഷെ വാപ്പ നിർത്തുകയാണ്. ഒരിക്കൽ പോലും വാപ്പ ഈ ചെയ്യണ പോലെ ചെയ്യരുതിട്ടോ എന്തെങ്കിലും സോങ്ങൾ നമ്മൾ പറയണ്ടേ? നമ്മുടെ മക്കൾ കിട്ടണ്ടേ? അതിന് പകരം നമ്മളങ്ങാടി ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ വാപ്പാരെ അറിയാം നമ്മൾ വലിക്കേ ഉള്ളൂ. ഓല് വലി തുടങ്ങിയാൽ ഓൽക്കൊരു ഗ്യാങ്ങനുണ്ടാവും. നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ തന്നെ കിട്ടണില്ല. ഒരു ഗ്യാങ്ങനുണ്ടാവും, വലിക്കണ ഗ്യാങ്. വലിക്കണ ഗ്യാങ് അടുത്തത് വെക്കണ ഗ്യാങ്ങാകും, പിന്നെ കുത്തണ ഗ്യാങ്ങാകും, പിന്നെ നമുക്ക് മണക്കാത്ത സിന്തറ്റിക് ലഹരി ഉപയോഗിക്കണ ഗ്യാങ്ങാകും. അതായാൽ അത് ഉപയോഗിക്കാൻ പൈസ ഇട്ടണമെങ്കിൽ വിൽക്കണ ഗ്യാങ്ങിൽ പെടും. +1 എത്തുമ്പോഴേക്കും കരിയർമാരായി മാറുന്നതിന്റെ ബേസ് എന്താ അറിയോ? മടിയിലിരുത്തിയിട്ട് പഫിടാനും അങ്ങാടി പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പൈസ എടുത്തിട്ട് ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങിക്കോന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നോടുന്ന തുടങ്ങണ്. ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞു ഇതുവരെയുള്ളത് അവിടെ കെട്ടെ, പക്ഷെ ഇനി മുതൽ ഉണ്ടാകരുത്. കളവ് മാത്രം സംസാരത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു കുട്ടിയോട് ഇതുപോലെ കൗൺസിലിംഗ് നടത്തിയപ്പോ ആ കുട്ടിയുടെ വാചകം ഉമ്മമാര് കേൾക്കാനാണ് അത്ഭുതപ്പെടുത്തുന്നതാണ്. എനിക്കത് തെറ്റില്ലാന്ന് തോന്നിയത്
ഉമ്മ മദ്രസയ്ക്ക് എഴുതി തരുന്ന ലീവ് ലെറ്റർ വായിച്ചിട്ടാണ്. എന്തമ്മാരെ എഴുതി കൊടുക്കലറിയോ? സ്കൂള് പൂട്ടും, ഉമ്മാന്റെ അടുക്ക് വിരുന്നാർക്കാൻ പോകും 3 ദിവസം. എന്നിട്ട് 3ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് മദ്രസയ്ക്ക് ലെറ്റർ. എന്റെ മകൻ ഷംസീറും എന്റെ ചെറിയ മകൾ റംസിനയും 2 ദിവസമായി കലശമായ പനിയും തലവേദനയുമായതുകൊണ്ട് മദ്രസയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഷംസീറിന്റെയൊന്നും റംസീനാന്റെ കയ്യിലും ഇതേ ലെറ്റർ കൊടുത്തു വിടും. അവിടെ എത്തിയിട്ട് ഉസ്താദ് ചോദിക്കുമ്പം പനിയും തലവേദനയുമായിരുന്നു എന്ന് പറയാൻ മകളെ കൊണ്ട് കളവ് പരിശീലിപ്പിക്കും. കളവ് പരിശീലിപ്പിച്ചാൽ മദ്രസയിൽ 5ാം ക്ലാസ്സിന് എന്ത് എഴുതറിയോ? 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ അൽ കദിബ് യഹ്ദി ഇലന്നാർ, കളവ് നരകത്തിലേക്ക് നയിക്കും എന്ന കുട്ടി എഴുതും, പാരഗ്രാഫ് എഴുതും. അസ്ദിഖ് യഹ്ദി ഇലൽ ജന്ന, സത്യസന്ധത സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആ കുട്ടി എഴുതും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ബാപ്പാനോടും ഉമ്മാനോടും ആ കുട്ടി സത്യം പറയില്ല. എന്തുകൊണ്ടാ കാരണം അറിയോ? മഫ്തയിട്ട് പർദ്ദയിൽ വരുന്ന വാപ്പിയും കളവ് മകളെ കൊണ്ട് പറയിപ്പിച്ച് പരിശീലിപ്പിക്കുന്നു. ബാപ്പാരെ ഫോൺ ഇങ്ങനെ അടിക്കൂട്ടോ, നമ്മള് ബാത്റൂമിലേക്കും അല്ലെങ്കിൽ നമ്മള് റൂമിലേക്കാണ് ഡ്രസ്സ് മാറ്റിയേക്കാരം. ആരാ നോക്കടാ? +2 വന്ന മകൻ വന്നിട്ട്, വാപ്പാ ഇത് കുന്നുമ്മൽ ഷൗക്കത്താൻ, ഞാൻ ഇവിടെ എല്ലാറിനാടാ. അവനാണ് നോണർന്ന് നരകത്ത് പോണെങ്കിൽ അവനാൻ പറഞ്ഞാ പോരെ? അവനാന്റെ കുട്ടിനെ കൊണ്ട് ഫോൺ എടുപ്പിച്ചിട്ട് നമ്മളെ ഫോൺ എടുപ്പിച്ചിട്ട് ബാപ്പ ഇവിടെ എല്ലാന്ന് പറയിപ്പിച്ചാൽ, ഭാര്യനെ കൊണ്ട് പറയിപ്പിച്ചാൽ, മക്കളെ കൊണ്ട് പറയിപ്പിച്ചാൽ ആ കുട്ടി എന്താ മനസ്സിലാക്കറിയോ? അത്യാവശ്യ ഘട്ടത്തിൽ നുണ പറയാ. 5 വക്ത് നിസ്കരിക്കണിന്റെ വാപ്പ, സാധുക്കളെ സഹായിക്കണിന്റെ ഉമ്മ, അവർ നുണ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെയ്യറിയോ? ഓരെന്തെയ്യും? നമ്മളെ വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും കളവ് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം ശൈത്വാൻ അവർക്ക് രൂപീകരിച്ചു കൊടുക്കും. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഉമ്മാരെ, വാപ്പാരെ, അവനാന്റെ ഫോണിൽ റീൽസിൽ അർദ്ധനഗ്നയോ മുക്കാൽ നഗ്നയോ ആയ ആണുങ്ങളും പെണ്ണുങ്ങളും വീഡിയോയും പാട്ടുകളും കാണുമ്പോ നമ്മൾ മുക്കാല കാണുന്നു. ബാക്കിയുള്ള കുട്ടികൾക്ക് മുഴുവനായി കാണാനുള്ള പ്രചോദനം ശൈത്താൻ മനസ്സിലുണ്ടാക്കും. അവർ സൈറ്റ് തരയും, അവർ ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും, അതിലേക്ക് പോകും. അതിലേക്ക് എത്തിയെന്താണ്ടറിയോ? അവനാന്റെ വീട്ടിലെ വീഡിയോകൾ വരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന +2 കാരനുണ്ടാകും, നമ്മൾ പോലും അറിയാതെ. ഇതെന്തിനാ ഇങ്ങനെ സങ്കടത്തിൽ മിമ്പർമെന്ന് പറയണറിയോ? നമ്മൾക്ക് ബോധമില്ലാതെ ചില നമ്മൾ ചെയ്യാ, അതിന് നിസ്സാരാക്കുക. അതൊക്കെ ഒരു പ്രശ്നമാണോ? നമ്മളിങ്ങനെ പോടുത്താണ്ട് മുക്കാൽ നഗ്നയായ പെണ്ണിന്റെ ഡാൻസ് ഇങ്ങനെ കാണുകയാണ്. എന്താണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കുട്ടിയെന്ന് മനസ്സിലാക്കുക? നമ്മൾ അറിയണ്ടേ? എന്താ മനസ്സിലാക്കാൻ? നമ്മളൊരു തെറ്റ് രഹസ്യമായി ചെയ്യാൻ പാടില്ല. പക്ഷെ രഹസ്യമായി ചെയ്യണ പോലെയാണോ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും വെച്ച് ചെയ്യണത്? അത് അവർക്ക് ഹലാലാക്കി കൊടുക്കാൻ, ഞാൻ അവസാനിപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാകറിയോ? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചു പറഞ്ഞില്ലേ, യാ ബുനയ്യ, മോനെ, ഇന്നഹാ ഇൻ തക മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹ അല്ലാഹ്. ബാപ്പ മകനോട് പറയാൻ, മോനെ, ലോകത്തെന്ത് ഇന്റെ കുട്ടി എവിടെ വെച്ച് ചെയ്താലും, ബാപ്പ കണ്ടില്ല, അമ്മ കണ്ടില്ല, ഉസ്താദുമാര് കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല, ആര് കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹ് കാണും, പരലോകത്ത് കൊണ്ടുവരും. ഏത് പാറന്റെ ഉള്ളിൽ പോയിട്ട് ചെയ്താലും, സമുദ്രത്തിന്റെ അടിയിൽ പോയി ചെയ്താലും, ആരാരുമില്ല എന്നുറപ്പിച്ച് വാതിൽ കുറ്റിട്ട് കർട്ടൻ താഴ്ത്തിട്ട് ചെയ്താലും അല്ലാഹ് കൊണ്ടുവരും. ഇത് നമ്മളെ കൊണ്ട് ഖുർആനിൽ എന്തിനാ കുട്ടിയെ ഓദിപ്പിക്കണത്? നമ്മളെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ആശയം അതാണ്. എന്ത്? അല്ലാഹ് കൊണ്ടുവരും. നമ്മൾ എന്താ സൗകര്യം ചെയ്യണ അറിയോ? മക്കളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോവുക, എന്നിട്ടുമാര് ബാപ്പ ചോദിച്ചാൽ നമ്മള് ഹോട്ടലിൽ കയറിയിട്ടില്ല എന്ന് പറയണട്ടോ. മക്കളെ കൊണ്ട് നുണ പറയിപ്പിക്കുക. ഏത്? ബാപ്പ ചോദിച്ചാൽ ബാപ്പ തിരിച്ചും, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തന്ന കാര്യം ഉമ്മാനോട് മുണ്ടട്ടോ. ബാപ്പിമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം വന്നാൽ ബാപ്പിമ്മി അറിയാതെ പലതും ചെയ്യാം എന്ന് നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ബാപ്പിമ്മയും അറിയാതെ നട്ടപ്പാതിരക്ക് വാതിലുകൾ കുറ്റിയിട്ട് ആരാരും കാണാതെ അവരും ചില വൃത്തികേടുകൾ തുടങ്ങും. അന്ന് നമ്മൾ ചോദിക്കും, ഈ എവിടുന്നാ അത് പഠിച്ചത്? അതുവരെ നമുക്ക് ബോധം ഉണ്ടാവില്ല. രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മുടെ പുതിയ വരുന്ന ബാപ്പാരുമാരടക്കം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെയൊക്കെ നമ്മുടെ കുടുംബം ഹറാമ് പഠിക്കാനോ പിശുക്ക് പഠിക്കാനോ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനോ പരിശീലിപ്പിക്കരുത്. നമ്മളെയൊക്കെ ദീനി വിരുദ്ധമായ കാര്യം പഠിക്കരുത്. നമ്മളിൽ നിന്ന് അവർ
എപ്പോഴും മനസ്സിലാക്കുക, ഒരു കുട്ടിക്കൊരു ബാപ്പിമ്മിയും ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ സഹാബാക്കൾക്ക് നബിയെ പോലെയാണ്. ഈ വാചകം മറക്കരുത്. സഹാബാക്കൾക്ക് നബിയെ പോലെയാണ് അവർ. നമ്മുടെ ഓരോന്നും അവർക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ഓരോ ചലനം, ഓരോ സംസാരം, ഓരോ പഠിപ്പിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത് അവർ അതുപോലെ നെഞ്ചകത്ത് സ്വീകരിക്കുന്നവരാണ്. അത് നന്നായാൽ അവർ നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹുവിനോട് ശുപാർശ പറയും. നമ്മുടെ സ്വഭാവ ദൂഷ്യം വഴി അവരുകൂടി കേടുവന്നാൽ അവർ നാളെ പരലോകത്ത് നമ്മൾക്കെതിരായി പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറി മഹല്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ്. നമ്മുടെ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ ഏകദേശം വിദ്യാർത്ഥികളൊന്നും, ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് മഹല്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം. സഹോദരങ്ങളെ, നമ്മൾ ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഞാൻ 2 വർഷമായി ഇവിടെ വന്നിട്ട് ഖുത്ബ പറയുന്നത്. അപ്പം പല വിഷയങ്ങളും നമ്മളോട് പറയാൻ വേണ്ടി പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സതുദ്ദേശത്തോടുകൂടി നന്മയോടുകൂടി പറയണൊരു കാര്യം ഞാൻ മുകളിലുള്ള നല്ലവരായ എൻ്റെ സഹോദരങ്ങളോട് പറയാണ്. നമ്മുടെ പള്ളിയുടെ മുകളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്ത് ഖുത്ബ നടക്കുന്ന സമയത്ത് അവർക്ക് ഖുത്ബ കേൾക്കാൻ പറ്റാത്ത വിധം ശബ്ദമുണ്ട് എന്നാണ്. അപ്പൊ ഇതുവരെ പറയാതെ ഇപ്പൊ പറയണത്, സ്കൂൾ കുട്ടികളൊക്കെ ഇവിടുത്തെ മഹല്ലത്ത് അല്ലാത്തവരൊക്കെ പോയി, ഇപ്പൊ നമ്മുടെ മഹല്ലിലുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മുകളിലെ ആൾക്കാർ കുറച്ചേരം സംസാരിക്കുക എന്നാൽ ഈ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവും. ഇഷ്ടത്തിലും സ്നേഹത്തിലുമാണ് പറയണത്. നമ്മുടെ കേരളത്തിൽ എൻ്റെ അറിവിൽ ജുമഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൗഹീദി പള്ളികളിൽ സംസാരിക്കുന്ന പള്ളിയില്ല. ജുമഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന തൗഹീദ് അല്ലാത്ത പള്ളികളുണ്ട്. കാരണം അവർക്കൊന്നും മനസ്സിലാണില്ല. പക്ഷെ നമ്മുടെ മഹല്ല് കേരളത്തിൽ ഇവിടെ വളർന്നു വരുന്ന മക്കളോട് പറയാണ്, കേരളത്തിൽ ഇങ്ങനെ ചരിത്രം എഴുതുമ്പം, തൗഹീദിന്റെ ചരിത്രം എഴുതുമ്പം 100ാമത്തെ സ്ഥാനത്തുള്ള മഹല്ലല്ല എടവണ്ണ, അല്ല, ആദ്യത്തെ 3 ഒന്നാണ് എടവണ്ണ. 2050 ചരിത്രം എഴുതുകയാണെങ്കിലും 2050 ചരിത്രം എഴുതുകയാണെങ്കിലും തൗഹീദിന്റെ ചരിത്രം എഴുതുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ 3 ഒന്നാണ് ഈ പള്ളിന്റെ ചുറ്റും കിടക്കണ നമ്മളെ വാപ്പാരുമാരും അള്ളാന്റെ തൗഫീഖോട് കൂടി ഉണ്ടാക്കിയ ഈ നാട്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ആ നാട്ടിൽ ഖുത്ബ അറിയുമ്പോൾ മുകളിൽ ശബ്ദം ഉണ്ടാകരുത്. വേറെ എവിടെയും എനിക്ക് പറയാൻ കഴിയില്ല, ഉണ്ടാകരുത്. ഉണ്ടായാൽ സംഭവിക്കുക ഇതെന്തിനാ പറയണത്? നമ്മൾ തീരുമാനിച്ചാൽ വേറെ പുറമക്കാർ ഒച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് പറയാം, ഇവിടുന്ന് പള്ളിക്കെന്ന് ഇറങ്ങിക്കോടെ ഒച്ചമുള്ള ഉണ്ടാക്കണമല്ലോ, ഇവിടെ കയറാൻ പറ്റും നമുക്ക് പറയാം. പക്ഷെ നമ്മളതിൽ എന്ത് ചെയ്യണം? മാതൃകയാണ്. ഞാൻ വളരെ ഇഷ്ടത്തിലാട്ടോ പറയണത്. എന്തുകൊണ്ടെന്ന് പറയാം. റസൂലുള്ളാഹിന്റെ ഹദീസ് പറയാം. മൻ തറക്കൽ ജുമഅ സലാസൻ, ഒരാൾ നമ്മൾ കേട്ടൊരു ഹദീസാണ്. 3 ജുമഅ ഒരാൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുത്തിയാൽ, ഉപേക്ഷിച്ചാൽ എന്നുള്ളതിന് പണ്ഡിതന്മാർ എടുത്തൊരു വാക്കം തരും, നഷ്ടപ്പെടുത്തിയാൽ. മിൻ ഗൈരി ഉദ്രിൻ, ഒരു കാരണമല്ലാതെ സ്വന്തം അവനാന്റെ ചില കാരണങ്ങൾ കൊണ്ട് ഫോണൊക്കെ നോക്കിയിട്ടാകാം, വർത്താനം പറഞ്ഞിട്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിസ്സാരമാക്കിയിട്ടാകാം 3 ജുമഅ നഷ്ടപ്പെടുത്തിയാൽ ഫഹുവ മുനാഫിഖുൻ. മുനാഫിഖ് പറഞ്ഞ കപടവിശ്വാസം ഒറ്റ വാക്ക് പോകരുത്. മുഅ്മിന്, കാഫിർ, മുനാഫിഖ് 3 ഗണമുള്ളത്. മുഅ്മിന് എന്ന് പറഞ്ഞാൽ പരമാവധി ശ്രദ്ധയോടുകൂടി ജുമഅക്കിരിക്കുന്നവൻ. കാഫിർ എന്ന് പറഞ്ഞാൽ പള്ളിക്കക്ക് വരാതെ എന്ത് പള്ളി, എന്ത് നിസ്കാരം, എന്ത് ജുമഅ എന്ന് ചോദിക്കണോ. മുനാഫിഖ് പറഞ്ഞ ആരാ റസൂലേ? പള്ളിക്കക്ക് വന്നിട്ട് കാഫിറിന്റെ പണിയെടുക്കണോ. അത് നമ്മൾ പെടരുത്. 3 ജുമഅ അടുപ്പിച്ച് മിസ്സാകുക പറഞ്ഞാൽ എങ്ങനെ മിസ്സാകുക? 3 ജുമഅ അടുപ്പിച്ച് മിസ്സാകുക എന്താ? നമ്മുടെ ജുമഅ നഷ്ടപ്പെടുന്ന പ്രവർത്തനം നമ്മളിൽ നിന്ന് വന്നു പോകാൻ അതുണ്ടാകരുത്. ഒരിക്കൽ ഞാൻ വീണ്ടും പറയാണ്, ഈ സമയം ഇതുവരെ തെരഞ്ഞെടുത്ത് ഇപ്പൊ മഹല്ലത്തെ ആൾക്കാരാണ് ഭൂരിപക്ഷം, കുറച്ച് ആൾക്കാരെ പുറത്തുള്ളൂ. നമ്മൾ തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ അറിയോ, നിങ്ങൾക്കറിയോ എനിക്കറിയില്ല, കേരളത്തില് ജുമഅ നടക്കുമ്പോ തൗഹീദി പള്ളികളിൽ സംസാരിക്കൂല. അത് ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഇങ്ങനെ എണ്ണിയാൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന തെറ്റാണ്. എന്തുകൊണ്ടറിയോ? ഖുർആന്റെ ആയത്താണ്. ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ തന്നെ മിണ്ടാതെ കേൾക്കുന്നല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ ആയത്ത് എന്താ പറയാ? ശ്രദ്ധിച്ച് കേൾക്കുക പോരാ.
മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിലേ പടച്ചോൻ കാരുണ്യം ചൊരിയൂ. ഞാൻ എന്തിനത് പറഞ്ഞത്? നമുക്ക് തലമുറ വരുന്നുണ്ട്. നമ്മള് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യനാള് അള്ളാഹു സംഭവിപ്പിക്കും എന്ന് പറഞ്ഞ ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പൊറുക്കാൻ വേണ്ടി നിശ്ചയിച്ച ദിവസം. അതേ വെള്ളിയാഴ്ച ദിവസം ഖുത്തുബ പറയാന്ന് പറഞ്ഞാൽ മലക്കുകൾ ഗ്രന്ഥം മടക്കി വെച്ച് ഖുത്തുബ കേൾക്കുന്ന ദിവസം. മലക്കുകൾ ഉണ്ട് ഇവിടെ, പങ്കെടുത്തവരെ ലിസ്റ്റിലുമായിട്ട് മലക്കുകൾ ഇവിടെ ഉണ്ട്. ആ മലക്കുകൾ കേൾക്കുന്ന സദസ്സിൽ അള്ളാന്റെ പള്ളിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം നമ്മൾ അലമ്പത്തരം കാണിച്ചാൽ നമ്മളെ കുടുംബത്തിലും മക്കൾ അതേപോലെ അള്ളാഹ് വളർത്തും. കാരണം പടച്ചോന്റെ വീട്. നിങ്ങളെ നമ്മളെ പെങ്ങളെ കല്യാണം നടക്കുമ്പോൾ ശാന്തമായി നിൽക്കാൻ നിർത്തുമ്പോൾ രണ്ടാൾക്കാർ അപ്പുറത്തും വന്നുണ്ട് വച്ചിമ്പിളി കയ്യൊട്ട് നോക്കിയാൽ നമ്മളെന്താ ചെയ്യുക? ചെക്കന്മാരെ യുവാക്കളോട് പറയാം, യുവാക്കൾ എന്താ ചെയ്യുക? നമ്മുടെ ചെറുക്കന്മാരെ നമ്മൾ പുറത്തേക്ക് തള്ളികളുണ്ടോ? കാരണം നമ്മളെ പെങ്ങളെ നിക്കാതെ നടക്കുമ്പോൾ ശാന്തമായി നടക്കുമ്പോൾ അവിടെ ഒച്ചിമ്പുള്ളി ഉണ്ടാകുക. ഓഡിറ്റോറിയത്തിലാണ്. ഇത് അള്ളാന്റെ പെരയാണ്, ഉണ്ടാകരുത്. നിങ്ങൾ മാതൃകയുള്ള നല്ല മഹല്ലാണ്, നമുക്ക് അത്ര ഇഷ്ടമുള്ള മഹല്ലാണ്. നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി പറയാൻ ഒരിക്കലും മുനാഫിക്കാകുന്ന കാഫിറിന്റെ ദറജയ്ക്ക് എത്തിപ്പെടുന്ന പ്രവാചകന്റെ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. മൻ തകല്ലമ യൗമുൽ ജുമുഅ, ആരെങ്കിലും ജുമുഅ ദിവസം ഖുതുബ പറയുമ്പോൾ സംസാരിച്ചാൽ, ഫോണിൽ നോക്കിയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ, ബാക്കിയുള്ള 7 ദിവസത്തിൽ 6.25 ദിവസവും നമുക്ക് ഇതല്ല പണി. ഒറ്റ വെറും 45 മിനിറ്റ് അല്ല അള്ളാന്റെ ദീനി കേൾക്കുന്നത്. അതിൽ കൂടി പള്ളിക്കൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ മുനാഫിക്കാകുക പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ വിഡ്ഢിയാരാണ്? പള്ളിക്കൊക്കെ വന്നിട്ട് പടച്ചോന്റെ കുറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകരുത്. റസൂലുള്ളാഹിന്റെ ഹദീസ്, മൻ തകല്ലമ യൗമുൽ ജുമുഅ, ആരെങ്കിലും ജുമുഅക്ക് വന്നു സംസാരിച്ചു, വൽ ഇമാമു യഖ്തുബ്, ഖതീബ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഫഹുവ കമതലിൽ ഹിമാർ യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ അള്ളാഹു അവരെ പരിഗണിക്കുന്നതാണ്. അള്ളാഹു ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നെണ്ണുന്നവരിൽ നമ്മൾ ഉണ്ടാകരുത്. മുനാഫിക് എന്ന് പറഞ്ഞവരിൽ നമ്മൾ ഉണ്ടാകരുത്. കാഫിർ എന്ന് പടച്ചവൻ എത്തും എന്ന് പറഞ്ഞവരിലേക്ക് നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ മഹല്ല് കേരളത്തിന് മാതൃകയുള്ള മഹല്ലാണ്. അത് നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടാകരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ മുകളിലുള്ള നല്ലവരായ യുവാക്കളോട്, നിങ്ങൾ എല്ലാ ഖുതുബക്കും വരുന്ന നല്ലവരായ ആൾക്കാരാണ്, അതിനിഷ്ടപ്പെട്ടു വരാൻ നിങ്ങളുടെ നേതൃത്വത്തിലാകണം. ഇനി അവിടെ ആരും മക്കളും ബാക്കിയുള്ളവരൊന്നും സംസാരിക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ നിങ്ങൾ നേതൃത്വം നൽകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഭക്തിയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി വന്നിട്ടുള്ള മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾക്ക് ഇസ്ലാമികമായ നല്ല പാഠങ്ങളും സൽപ്രവർത്തനങ്ങളും നല്ല സ്വഭാവങ്ങളും പഠിപ്പിക്കുക വഴി സ്വർഗാവകാശികളാകുന്ന രക്ഷിതാക്കളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൺകുളിർമയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. നാഥ, ആ നാടിനും നാട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും സുരക്ഷിതത്വവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് നാഥ. ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, കച്ചവടത്തിൽ ഈ അടുത്ത് നടന്ന പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ, നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ, വിദേശ നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين آمين
ബിറഹ്മതിക യാ അർഹമർ റഹീം.